ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോയുടെ പാഷൻ പ്രോ വണ്ടി. അതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് ലീക്കായിട്ട് വന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ട്, എഞ്ചിൻ ഓയിൽ മാറാനുണ്ട്, ചെയിൻ ടൈറ്റ്, അങ്ങനെ 1-2 വർക്കുകളായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഫോർക്ക് നമ്മൾ ഓയിൽ സീൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ട് നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ടായ ആ ഫോർക്ക് പൈപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ പ്ലേറ്റിങ്ങിൻ്റെ ഭാഗത്ത്, ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫോർക്കിൻ്റെ പ്ലേറ്റിങ് പോയേക്കണേ കാണണം കേട്ടോ. അത് നമുക്ക് ആ പ്ലേറ്റിങ് പോയേക്കണോണ്ട് തന്നെ ഓയിൽ സീൽ പുതിയത് അടിച്ചാൽ നിൽക്കില്ല. കാരണം അവിടെ ഒരു ചെറിയ സ്ക്രബ്, അതായത് ശരിക്കും പറഞ്ഞാൽ ഓയിൽ സീലിന് ഒരയുന്ന രീതിയിലുള്ള സ്ക്രാച്ചാണ് അത്. നല്ല രീതിയിൽ പ്ലേറ്റിങ് പോയേക്കണതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫോർക്ക് പൈപ്പ് മാറ്റിയാൽ തന്നെ അത് ക്ലിയർ ആവുള്ളൂ. ഇപ്പോഴത്തെ ഫോർക്ക് പൈപ്പിന് അത്രയ്ക്ക് ലീക്ക് ഉണ്ടായില്ല, പക്ഷേ എന്നാൽ പോലും ഈ സെയിം കംപ്ലൈൻറ്റ് ഇതുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ മാർക്ക് ചെയ്തതിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡോട്ട് പോലെ കുത്തുപോലെ തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണത്. അത് കൈയോടെ മാറ്റാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയല്ല, ആ ഇവിടെ പ്ലേറ്റിങ് വന്ന ഭാഗം ശരിക്കും നമുക്ക് വർക്ക് ചെയ്ത് ശരിക്കും നല്ല സെൻസിറ്റീവായ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും മാറ്റാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, 2 ഫോർക്ക് പൈപ്പും വിത്ത് അതിൻ്റെ ഓയിൽ സീൽ ഓയിൽ കാര്യങ്ങൾ മാറ്റാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ഫോർക്കും ഇട്ട് പിന്നെ പണിയാൻ നിൽക്കണ്ട. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു പൈപ്പ് മാറണം. ആ പൈപ്പ് ഓയിൽ സീലൊക്കെ മാറ്റി റീസെറ്റ് ചെയ്ത് കുറേ ഓടിക്കുമ്പോഴത്തേക്ക് ഈ പൈപ്പ് ലീക്ക് വരാൻ തുടങ്ങും. അപ്പോൾ അതിലും നല്ലത് രണ്ടും കൂടിയിട്ട് മാറ്റി വിടണമായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അത് കൂടാതെ നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതും കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഹാൻഡലിൻ്റെ ബെയറിങ്, ഈ സെൻറ്ററിൽ വന്ന കോൺസെപ്റ്റ് ഇല്ലേ, കോൺസെപ്റ്റും ചെറിയ അടി കാണിക്കുന്നുണ്ട്. കോൺസെപ്റ്റ് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. മാറ്റി കളയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊടിക്ക് ടൈറ്റ് കാണിക്കുന്നുണ്ട്. ഒരല്പം ടൈറ്റ് ഉള്ളത് കൊണ്ട് ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹാൻഡിൽ ടൈറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അപ്പോൾ ഫോർക്കിൻ്റെ ഈ കോൺസെപ്റ്റിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. കാരണം ഞാൻ അതാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കഴിച്ചാൽ മതി. കാരണം ഞാൻ ഹൈവേയിലാണ് ഓടണേന്ന്, ഹൈവേയിൽ കൂടുതൽ ഓട്ടമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് അടി വരും. അതാണ് മെയിനായിട്ട് ഒരു ഇളക്കം പോലെ നമുക്ക് ഫീൽ ചെയ്യുക. അതാണ് എൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ പൊടിക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കംപ്ലയിൻറ്റ് ഉണ്ടാവരുത് എന്നുള്ള ഒറ്റ ഇതാണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ടിൽ നിന്ന് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവരുതെന്നാണെങ്കിൽ ആ ബെയറിങ് മാറ്റിയാൽ തന്നെ നമുക്ക് ക്ലിയർ ആവും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ചെയിൻ സ്പോക്കറ്റ് നമുക്ക് ഈ തവണ കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതായത് അതും കൂടി ടൈറ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയിടാം. കാരണം ഏകദേശം വലിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്തിടാം, കുഴപ്പമില്ല. അപ്പോൾ ഞാനതിൻ്റെ ഈ ഫോർക്ക് പൈപ്പ് അടക്കം മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഈ കോൺസെപ്റ്റിൻ്റെ കേസ് എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. കാരണം കോൺസെപ്റ്റ് മാറ്റി വരുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് 810 രൂപ ചിലവുണ്ട്. പാർട്സും ലേബർ ചാർജ് എല്ലാം കൂടി വരുമ്പോൾ 810 രൂപയോളം നമുക്ക് ചിലവുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.